നമ്മൾ പുക വലിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരാൾ വലിച്ചു വിടുന്ന പുക നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ സിഗരറ്റിൽ നിന്ന്, മറ്റൊരാൾ കത്തിച്ച സിഗരറ്റിൽ നിന്നുള്ള പുക നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇത് കൂടുതലായിട്ടും അനുഭവിക്കുക ആ സ്മോക്കേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് എന്നുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അതുപോലെ ചെറിയ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം, തൊട്ടിലിൽ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ, അത് പലപ്പോഴും ഇതിന്റെ ഒരു കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ലങ്സിന്റെ ഡെവലപ്മെന്റിനെ അത് മോശമായിട്ട് ബാധിക്കാം. ലങ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ആസ്മയുള്ള കുട്ടികളാണെങ്കിൽ അത് വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒന്നാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്. പ്രഗ്നന്റ് ലേഡീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നവജാത ശിശുവിനെ അത് മോശമായിട്ട് ബാധിക്കാനുള്ള, ഗർഭസ്ഥ ശിശുവിനെ അത് മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ